ഉമ തോമസ് MLAയുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുമ്പാണ് റെനെ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഡോക്ടർമാരുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. അപ്പോൾ സ്കാനിൽ നമുക്ക് കുറച്ച് ബ്രെയിൻ ഇഞ്ചുറി ഉണ്ട്, സ്പൈനിലും ചെറിയൊരു ഫ്രാക്ചർ സെർവൈക്കലിൽ കാണുന്നുണ്ട്, പിന്നെ ലങ്സിനകത്തും ഇഞ്ചുറി ഉണ്ട്. ലങ്സ് കുറച്ച് ഫ്രാക്ചേഴ്സ് ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ ലങ്സ് കൊണ്ട് റിബ്സ് കൊണ്ടിട്ട് ലങ്സിനകത്ത് കേടുപാടുകൾ ഉണ്ടായിട്ട് കുറച്ച് രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രക്തം ലങ്സിൽ കയറിയിട്ടുണ്ട്. ഫ്രാക്ചേഴ്സ് ഒന്നും ഇപ്പോൾ കാണുന്നില്ല. നമ്മൾ ഒരു ഫാസ്റ്റ് സ്കാൻ എല്ലാത്തിലും എക്സ്റേസും ഒക്കെ എടുത്ത് നോക്കി. ഇപ്പോഴത്തെ നിലയിൽ അതൊന്നും കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ബ്രെയിനിലുള്ളൊരു ഇഞ്ചുറി ആൻഡ് ലങ് ഇഞ്ചുറി. നമ്മളിപ്പോൾ ഒരു ഇൻ്റർവെൻഷനോ ഒരു സർജറിയുടെ അത്യാവശ്യമായിട്ടൊന്നും കാണുന്നില്ല. നമ്മൾ വാട്ട് വി ആർ പ്ലാനിങ് ഈസ് നമ്മളിപ്പോൾ OT-ലോട്ട് തന്നെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. കുറച്ച് സ്യൂച്ചറിങ്, നല്ല സ്കാൽപ്പ് സ്യൂച്ചേഴ്സ് ഉണ്ട്. കാരണം നല്ലോണം ബ്ലീഡിംഗ് ഉണ്ട്. ആൾ വീണിട്ട് തല ഇടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് റിബ്സും ഇടിച്ചിട്ടാണ് വീണിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറിയുടെ ഒരു ആവശ്യമില്ല. ആൾ കോൺഷ്യസ് അല്ല. വന്നപ്പോൾ തന്നെ 8 എന്ന് പറയുമ്പോൾ ഒരു പാർഷ്യലി കോൺഷ്യസ്. നമ്മൾ ഇമ്മീഡിയറ്റ്ലി വെന്റിലേറ്റ് ചെയ്തു. ഇപ്പോൾ സെഡേഷനിലാണ് ആൾ. ഫാസ്റ്റ് റിക്കവറി പോസിബിൾ ആയിരിക്കില്ല. വീണ്ടും അസസ് ചെയ്ത് പേഷ്യൻ്റെ റിക്കവറി എങ്ങനെയാണെന്ന് നോക്കും. മീൻവൈൽ ഇഷ്യൂസ് കൂടുന്നുണ്ടെങ്കിൽ വീൽ ഹാവ് ടു ചേഞ്ച് ദ പ്ലാൻ. ഇഫ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ വീൽ കണ്ടിന്യൂ ദ പ്ലാൻ. 24 മണിക്കൂർ നിരീക്ഷണം ആവശ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തലച്ചോറിന് പരിക്കുണ്ട്, ശ്വാസകോശത്തിന് പരിക്കുണ്ട്, വാരിയലുകൾ ഒടിഞ്ഞാണ് ശ്വാസകോശത്തിന് പരിക്കേറ്റിരിക്കുന്നത്, നട്ടെല്ലിന് പരിക്കുണ്ട്. ഇതിൽ ശ്വാസകോശത്തിലെയും തലച്ചോറിലെയും പരിക്കിനാണ് ഗുരുതരമായ പരിക്ക്, ഗൗരവമുള്ള പരിക്ക് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഗ്ലാസ്ഗോ കോമ സ്കെയിൽ GCS, അതായത് ഒരു ആൾക്ക് ഹെഡ് ഇഞ്ചുറി ഏറ്റ് കൊണ്ടുവരുമ്പോൾ അയാളുടെ കോൺഷ്യസ്നെസ് ലെവൽ അളക്കുന്നതിനുള്ള സ്കെയിൽ, അത് 15-ൽ 8 ഉമാ തോമസിന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ സ്റ്റേബിൾ അല്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. നിരീക്ഷണം ആവശ്യമുണ്ട്. 24 മണിക്കൂർ കർശനമായ നിരീക്ഷണം ആവശ്യമുണ്ട്. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തലയിൽ രക്തസ്രാവമുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അടിയന്തരമായ ശസ്ത്രക്രിയകളിലേക്ക് പോകേണ്ടതില്ല എന്ന് ഡോക്ടർമാർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോഴും നില ഗുരുതരമെന്നാണ് ഡോക്ടർമാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇന്ന് വൈകിട്ടോടെയാണ് കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്നും ഉമാ തോമസ് താഴേക്ക് വീഴുന്നത്. 20 അടി താഴ്ചയിലേക്ക് തലയടിച്ച് വീഴുകയായിരുന്നു MLA. ആ വീഴ്ച കാണുമ്പോൾ തന്നെ, ആ പരിക്ക് കാണുമ്പോൾ തന്നെ അത് ഗുരുതരമായ പരിക്കാണ് എന്ന് അവിടെ നിന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഏതായാലും ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. കെബിൻ കെന്നഡി തുടരുന്നുണ്ട്. കെബിൻ, 24 മണിക്കൂർ നിരീക്ഷണം ആവശ്യമുണ്ട്, മറ്റ് ശസ്ത്രക്രിയകൾ വേണ്ട എന്നാണിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്ത് പ്രൊസീജിയറുകളാണ് ഇപ്പോൾ അതല്ലാതെ ചെയ്യുന്നത്? വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. CT സ്കാൻ അടക്കമുള്ളവ എപ്പോഴായിരിക്കും എടുക്കുക? അത് കഴിഞ്ഞിട്ടുണ്ടോ? CT സ്കാൻ എടുത്തതിന് ശേഷമാണോ ഈ ഡോക്ടർമാർ ബ്രീഫ് ചെയ്തിരിക്കുന്നത് നമുക്ക് മുന്നിൽ? ലക്ഷ്മിപത്മ, CT സ്കാൻ നടപടികൾ പൂർത്തിയായി എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് മെഡിക്കൽ സംഘം നമ്മളെ, അതായത് മാധ്യമപ്രവർത്തകരെ കാണുന്നത്. ലക്ഷ്മിപത്മ സൂചിപ്പിച്ച പോലെ തന്നെ ഈ GCS ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് 15-ൽ നിന്ന് 8 ഉള്ളായിരുന്നു. അത്തരമൊരു സാഹചര്യമുണ്ട്. അതായത് ഗുരുതരമായ 2 പരിക്കുകളാണ് ഡോക്ടർമാർ എടുത്തു പറയുന്നത്. ഒന്ന് തലയ്ക്ക് ഏറ്റ ക്ഷതമാണ്. തലയ്ക്ക്, അതായത് ബ്രെയിനിൽ അത്തരത്തിലൊരു മുറിവുണ്ടായിട്ടുണ്ട്. അതേപോലെ 15 അടി താഴ്ചയിലേക്ക് വീഴുമ്പോൾ ആ പ്രഷറില്ല, ആ ഒരു ഫോഴ്സിനെ കൊണ്ട് തന്നെ കൃത്യമായി വാരിയലിൻ്റെ ശ്വാസകോശത്തിൻ്റെ ഭാഗത്തുള്ള വാരികൾ ഒടിഞ്ഞ് ലങ്സിനകത്തേക്ക് കയറി അവിടെ നിന്ന് ഒരു മുറിവുണ്ടായിട്ടുണ്ട്. ആ മുറിവിനകത്ത് നിന്ന് രക്തം കട്ട പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അവിടെ ട്യൂബ് ഇട്ട് കൃത്യമായി ബ്ലഡ് പുറത്തേക്ക് എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഉമാ തോമസ് MLA സെഡേഷൻ ചെയ്ത് അതായത് വെന്റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ സെഡേഷനിലാണ് എന്നാണ് മെഡിക്കൽ സംഘം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അടിയന്തരമായൊരു ശസ്ത്രക്രിയയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കൃത്യമായി 24 മണിക്കൂറുള്ള നിരീക്ഷണമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിരീക്ഷണത്തിന്
കൃത്യമായി ഓരോ മണിക്കൂർ ഇടപെട്ട് പരിശോധനകൾ നടത്തും. അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലായിരിക്കും മറ്റ് തുടർ ചികിത്സാ രീതികൾ ഏതൊക്കെ തരത്തിൽ വേണമെന്ന് മെഡിക്കൽ സംഘം തീരുമാനിക്കുക. മറ്റൊരു കാര്യം സൂചിപ്പിച്ചത്, അതായത് ഈ ലെങ്സിന് ഒരു പരിക്ക് ഉണ്ടായത്, ലെങ്സിനകത്ത് ഗുരുതരമായി പരിക്കുണ്ടായത് ഈ വീഴ്ചയുടെ ആഘാതം നമുക്ക് കൃത്യമായി അറിയാം. നേരത്തെ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കണ്ടതുപോലെ 15 അടിയിൽ നിന്നാണ് താഴേക്ക് വീണത് എന്നാണ് ഇപ്പോൾ മെഡിക്കൽ സംഘം ഔദ്യോഗികമായി നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനൊരു സാഹചര്യത്തിൽ അത്രയും ഒരു പ്രഷറിൽ തലയിടിച്ച് വീഴുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബ്രെയിനകത്ത് ഒരു മുറിവ്, അതായത് തലച്ചോറിനകത്ത് ഒരു മുറിവുണ്ടായിരിക്കുന്നത്. ആ മുറിവുകൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ ആ ഒരു രോഗിയുടെ നില GCS എന്ന് പറയുന്ന നില 15-ൽ 8 മാത്രമേ ഉള്ളായിരുന്നു. അൺകോൺഷ്യസ് ആയിരുന്നു എന്നാണ്, അതായത് ബോധരഹിതയായിട്ടാണ് ഇവിടേക്ക് എത്തിച്ചതെന്നാണ് മെഡിക്കൽ സംഘം നമ്മളോട് പറയുന്നത്. മറ്റൊരു കാര്യം, അതായത് നിലവിൽ മറ്റ് നട്ടലിന് ചെറിയ രീതിയിലുള്ള വീണ ആഘാതത്തിൽ നട്ടലിന് പരിക്കേറ്റിട്ടുണ്ട്. അത് പക്ഷേ ഒരു ഫ്രാക്ചർ ശരിയാണ്, നട്ടലിനും പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ബ്രെയിനും ലങ്സിനും ഏറ്റിരിക്കുന്ന പരിക്ക് തന്നെയാണ് ഗൗരവമുള്ളത് എന്നാണ് ഡോക്ടർമാർ അവിടെ നിന്നും പറയുന്നത്. അല്പസമയം മുമ്പാണ് ഡോക്ടർമാർ ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഇപ്പോൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. അല്പസമയം മുമ്പാണ്. ഡോക്ടർമാരുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. വന്നപ്പോൾ ഞങ്ങൾക്കൊരു GCS എന്ന് പറയും, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയും, ബ്രെയിനിൻ്റെ ഇഞ്ചുറിയും അതിൻ്റെ ഡെപ്ത് അളക്കുന്നതാണ്. 15-ൽ 8 ആയിട്ടാണ് വന്നത്. വന്ന് അത്രയും 8 ആയപ്പോഴാണ് നമ്മൾ വെന്റിലേറ്റ് ചെയ്തിട്ടാണ്, സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ് സ്കാനിന് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ സ്കാനിൽ നമുക്ക് കുറച്ച് ബ്രെയിൻ ഇഞ്ചുറി ഉണ്ട്, സ്പൈനിലും ചെറിയൊരു ഫ്രാക്ചർ സെർവൈക്കലിൽ കാണുന്നുണ്ട്, പിന്നെ ലങ്സിനകത്തും ഇഞ്ചുറി ഉണ്ട്. ലങ്സ് കുറച്ച് ഫ്രാക്ചേഴ്സ് ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ ലങ്സ് കൊണ്ട് റിബ്സ് കൊണ്ടിട്ട് ലങ്സിനകത്ത് കേടുപാടുകൾ ഉണ്ടായിട്ട് കുറച്ച് രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രക്തം ലങ്സിൽ കയറിയിട്ടുണ്ട്. ഫ്രാക്ചേഴ്സ് ഒന്നും ഇപ്പോൾ കാണുന്നില്ല. നമ്മൾ ഒരു ഫാസ്റ്റ് സ്കാൻ എല്ലാത്തിലും എക്സ്റേസും ഒക്കെ എടുത്ത് നോക്കി. ഇപ്പോഴത്തെ നിലയിൽ അതൊന്നും കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ബ്രെയിനിലുള്ളൊരു ഇഞ്ചുറി ആൻഡ് ലങ് ഇഞ്ചുറി. നമ്മളിപ്പോൾ ഒരു ഇൻ്റർവെൻഷനോ ഒരു സർജറിയുടെ അത്യാവശ്യമായിട്ടൊന്നും കാണുന്നില്ല. നമ്മൾ വാട്ട് വി ആർ പ്ലാനിങ് ഈസ് നമ്മളിപ്പോൾ OT-ലോട്ട് തന്നെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. കുറച്ച് സ്യൂച്ചറിങ്, നല്ല സ്കാൽപ്പ് സ്യൂച്ചേഴ്സ് ഉണ്ട്. കാരണം നല്ലോണം ബ്ലീഡിംഗ് ഉണ്ട്. ആൾ വീണിട്ട് തല ഇടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് റിബ്സും ഇടിച്ചിട്ടാണ് വീണിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറിയുടെ ഒരു ആവശ്യമില്ല. ആൾ കോൺഷ്യസ് അല്ല. വന്നപ്പോൾ തന്നെ 8 എന്ന് പറയുമ്പോൾ ഒരു പാർഷ്യലി കോൺഷ്യസ്. നമ്മൾ ഇമ്മീഡിയറ്റ്ലി വെന്റിലേറ്റ് ചെയ്തു. ഇപ്പോൾ സെഡേഷനിലാണ് ആൾ. ഫാസ്റ്റ് റിക്കവറി പോസിബിൾ ആയിരിക്കില്ല. വീണ്ടും അസസ് ചെയ്ത് പേഷ്യൻ്റെ റിക്കവറി എങ്ങനെയാണെന്ന് നോക്കും. മീൻവൈൽ ഇഷ്യൂസ് കൂടുന്നുണ്ടെങ്കിൽ വീൽ ഹാവ് ടു ചേഞ്ച് ദ പ്ലാൻ. ഇഫ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ വീൽ കണ്ടിന്യൂ ദ പ്ലാൻ. നിരീക്ഷണത്തിലായിരിക്കും, 24 മണിക്കൂർ നിരീക്ഷണത്തിലായിരിക്കും ഉമാ തോമസ് ഉള്ളത് എന്നാണ് പറയുന്നത്. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശസ്ത്രക്രിയ നടത്തേണ്ട സാഹചര്യം നിലവിലില്ല. 24 മണിക്കൂർ കഴിയുമ്പോൾ എന്താണ് പുരോഗതി എന്ന് നോക്കും. അതിനനുസരിച്ച് മെഡിക്കൽ പ്ലാൻ മാറ്റും എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ അവിടെ നിന്നും അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും അശ്വിനി എസ് ചേരുകയാണ്. അശ്വിനി, തുടക്കത്തിൽ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഈ ഗ്ലാസ്ഗോ കോമ സ്കെയിലിനെ കുറിച്ചാണ്. ഒരു ബ്രെയിൻ ഇഞ്ചുറി പറ്റി ബോധരഹിതരാകുന്ന ആളുകളുടെ അതിൻ്റെ ആ ബോധത്തിൻ്റെ അളവ് അളക്കുന്നതിനുള്ള സ്കെയിൽ GCS, അത് ഉമാ തോമസിനെ സംബന്ധിച്ചിടത്തോളം 15-ൽ 8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം ഗൗരവമുള്ള ഒരു പരിക്കാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഈ സ്കെയിൽ പ്രകാരം നോക്കുമ്പോൾ. ലക്ഷ്മി പത്മ, നേരത്തെ ഡോക്ടർമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ, അതായത് GCSനകത്ത് ഉമാ തോമസിൻ്റെ സ്കോർ പറഞ്ഞിരിക്കുന്നത് 8. അതായത് ഒരു സിവിയർ ബ്രെയിൻ ട്രോമ എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ അളവ് വരുന്നത്. 9 വരെയാണെങ്കിൽ അതൊരു മോഡറേറ്റ്, അതായത് അത്ര ഗുരുതരമല്ല, സാരമായ പരിക്ക്, എന്നാൽ ഗുരുതരമായ ഒരു പരിക്കല്ല. എന്നാൽ ഉമാ തോമസിൻ്റെ ഇത് ഗുരുതരമായ പരിക്കിൻ്റെ ഒരു അവസ്ഥയാണ്. അതായത് കോമ സ്റ്റേജിൻ്റെ സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഇതിനെ ഈ ഒരു പോയിന്റ് വിശേഷിപ്പിക്കുന്നത്. 8 മുതൽ താഴോട്ടുമുള്ളത് വളരെ ഗുരുതരമായ ഒരു, അല്ലെങ്കിൽ കോമ സ്റ്റേജിലേക്ക് രോഗി കടക്കുന്ന ഒരു അവസ്ഥയാണ്. കൊണ്ടുവരുന്ന സമയത്തെ സ്കോറാണ് ഈ 8 എന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് ഉമാ തോമസിനെ അവർ അടിയന്തരമായി വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും അതിനുശേഷം അവരുടെ നില വഷളാവാതെ കൂടുതൽ സ്റ്റേബിൾ എന്ന രീതിയിലേക്ക് വന്നിരിക്കുകയും ചെയ്യുന്നത്. ഈ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്ന അളവിലേക്ക് അവർ എത്താൻ ഡോക്ടർമാർ പരിശോധിക്കുന്നത് പ്രധാനമായും 3 പോയിന്റുകളാണ്. അതായത് ഒന്ന്,
കണ്ണിൻ്റെ റെസ്പോൺസ്, 2 മോട്ടോർ റെസ്പോൺസ്, ഇതിനെല്ലാം ഉപരിയായിട്ട് പിന്നെ വെർബൽ റെസ്പോൺസ്, ഈ 3 അതായത് EVM എന്നിങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റ്സ് വരുന്നത്. ഇതിനും പോയിന്റുകളുണ്ട്. അതായത് EVM-നും ഓരോ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. 0 മുതലാണ് അതിൻ്റെ ഒരു ഇത്, ഏറ്റവും കുറഞ്ഞ നില 0ആണ്. അത് മുതൽ മുകളിലോട്ട് 10 വരെയാണ് അതിൻ്റെ പോയിന്റ് പോകുന്നത്. അതിൽ 7 തൊട്ടാണ് അതിൻ്റെ മികച്ച ഒരു റെസ്പോൺസ്, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന തരത്തിൽ പറയുന്നത്. ഈ സ്കോറ് നമുക്ക് അറിവായിട്ടില്ല. അതായത് EVM എന്നീ 3 അതായത് കണ്ണിൻ്റേത് I, വെർബൽ റെസ്പോൺസിൻ്റേത് V, മോട്ടോർ റെസ്പോൺസ് M, ഇതിൻ്റെ ഒരു അളവ് നമുക്ക് കൃത്യമായി ലഭിച്ചിട്ടില്ല. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഇതിൻ്റെ ഒരു ഏകദേശം ഒരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റും. എന്നാലും ഇത് നിലവിൽ ഉമാ തോമസിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കോമ സ്റ്റേജിലേക്ക് കടന്നിരുന്നു. അവരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അവർ കോമ സ്റ്റേജിലേക്ക് കടന്നിരുന്നു എന്ന തരത്തിൽ വേണം നമുക്ക് പറയാനായിട്ട്. ഒരു അത്യാവശ്യം ഗുരുതരമായ ഒരു പരിക്ക് തന്നെയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. തലയോട്ടിക്കേറ്റ പരിക്ക്, അതിനെ തുടർന്ന് ഇന്റേണൽ ബ്ലീഡിങ്ങും അതുപോലെ തന്നെ തലച്ചോറിനും പരിക്കുണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന നിലയിലാണ് ഇപ്പോൾ അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിന് പുറമെയാണ് വാരിയലിന് പരിക്കുണ്ടാകുന്നത്. വാരിയലിന് ഒടിവുണ്ടായി അത് ലങ്സിലേക്ക് തുളച്ചു കയറിയും അങ്ങനത്തെ രീതിയിലുള്ള ഒരു പരിക്കുകളും ലങ്സിനുണ്ടായി എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഡോക്ടർമാർ വിശദീകരിച്ചിരിക്കുന്നത്. ലക്ഷ്മി പത്മ. ഗുരുതരമായ 2 പരിക്കുകളാണ് ഉള്ളത്. മസ്തിഷ്കത്തിനേറ്റ പരിക്ക്, അതിനൊപ്പം തന്നെ ലങ്സിനേറ്റ പരിക്ക്, ശ്വാസകോശത്തിനേറ്റ പരിക്ക്. ഇതാണ് ഗുരുതരമായ പരിക്കുകളായി പറയുന്നത്. നട്ടെല്ലടക്കമുള്ളവയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. മുഖത്ത് മറ്റ് പരിക്കുകളുണ്ട്. 24 മണിക്കൂർ നിരീക്ഷണം ആവശ്യമുണ്ട് ഉമാ തോമസ് എമ്മിലേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. GCS ലെവൽ, ഗ്ലാസ്ഗോ കോമ സ്കെയിലിൽ അവരുടെ സ്റ്റാറ്റസ് അവിടെ അപകടം കഴിഞ്ഞെത്തിക്കുമ്പോൾ 15-ൽ 8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നില ഗുരുതരം എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ആന്തരിക രക്തസ്രാവം അത് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്.